യെസ്, മഹേഷ് പണിക്കറിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. കഴിഞ്ഞ കുറേ സമയമായി അദ്ദേഹം ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പം നോക്കൂ, ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോവുകയാണ് അല്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ആർക്കും ഇതിൽ പ്രാഗൽഭ്യമൊന്നും ഇല്ല. അപ്പോൾ ആരെയായിരിക്കും ഇവർ സമീപിക്കുക? ആരായിരിക്കും ഇവരുടെ കൂടെ പോകുക? മാത്രമല്ല, ഇങ്ങനെ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തൂക്കം, കൃത്യമായിട്ടുള്ള അളവ്, ഇതൊക്കെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നേവൽ ബേസിലൊക്കെ ഇത് ചെക്ക് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേവിയുടെ അവരുടെ ഇതിനകത്ത് അങ്ങനെ ഒരു സങ്കേതമുണ്ട്. അവിടെ 2000-3000 രൂപയൊക്കെ നമ്മൾ അടച്ചാൽ മതിയാവും. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ, ഇപ്പൊ നമ്മളൊരു 10 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ, ആ സ്ക്വയർ ഏരിയയുടെ സംഭവം മൊത്തത്തിൽ അവർക്ക് എത്രയായാലും നമ്മൾ കൊടുക്കുന്ന ഒരു ഏരിയ അവർ കട്ട് ചെയ്തിട്ട് ആ ഒരു കണ്ടന്റിന്റെ അകത്ത് അതിന്റെ സർഫസ് ഏരിയ എത്രയാണ്, അതിന്റെ തൂക്കം എത്രയാണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ മെറ്റലും, സ്വർണ്ണം എന്നല്ല, എല്ലാ മെറ്റലും ഇന്ന മെറ്റൽ ഇത്ര ഗ്രാം ഇത്ര ഗ്രാം ഇത്ര ഗ്രാം എന്നും പറഞ്ഞിട്ട് അവര് അങ്ങനെ ഒരു ചാർട്ട് തരും. അപ്പൊ ആ ചാർട്ട് വെച്ചിട്ട് നമുക്കിപ്പോ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതിന്റെ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ സംഭവം എത്രയുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ, അതായത് ഇതിനകത്ത് സ്വർണ്ണം അടങ്ങിയിരിക്കുന്നത് എത്രയാണ്. യഥാർത്ഥത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇവർ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിനകത്ത് ഇവർ നിക്കൽ എന്ന് പറഞ്ഞൊരു കോട്ടിങ് ഇതിനിടയ്ക്കുണ്ട്. അതായത് ചെമ്പിനും സ്വർണത്തിനും ഇടയ്ക്ക് ഒരു നിക്കലുണ്ട്. അപ്പൊ നിക്കൽ എന്ന് പറഞ്ഞ കോട്ടിങ് ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി അതുണ്ടാവും. ഇവരിപ്പോ 300 ഗ്രാം ഉണ്ടെന്ന് പറയുന്ന, അല്ലെ 300 സംതിങ് ഗ്രാം ഉണ്ടെന്ന് പറയുന്ന ധാരപാലക പാളി 10 ഗ്രാം കൂടെ കൂട്ടി ഇപ്പൊ 400 എങ്ങാണ്ടായെന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്ന സംഭവം ആക്ച്വലി അത്രയൊന്നും ഇല്ല. അതൊരു ഇപ്പൊ ഈ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് കറക്റ്റായിട്ട് ബോധ്യപ്പെടും. കാര്യം ഇതിനകത്ത് ഇവർ ഈ കോട്ട് ചെയ്തിരിക്കുന്ന നിക്കൽ ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 300 ഗ്രാമിലോട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പം അത് കാര്യം ആദ്യത്തെ ചെമ്പുപാളി തൂക്കുന്നു, പിന്നെ ഇവരുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഇത് കാണുന്നത്. അത് കാണുമ്പം അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒറ്റ തൂക്കമാണ് ഇവരെടുത്തിരിക്കുന്നത്. കാര്യം അവര് ആ ഒരു തൂക്കം എന്ന് പറഞ്ഞ് ഇവരിപ്പോ നമ്മളെയൊക്കെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ധാരപാളിലും കട്ട്ളയിലും ഈ പറഞ്ഞ കഥകിലും ഒക്കെ ഇവരുണ്ടെന്ന് ആരോപിക്കുന്നത്. 400 ഗ്രാം ചെയ്തു, 354 ഗ്രാം ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്ന വിവിധ ഇതിനകത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന തൂക്കം സത്യം പറഞ്ഞ വ്യാജമാണ്. അതിപ്പോ ഈ പറയുന്ന ഈ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് അത് പൊളിയോന്ന് ഉറപ്പാണ്. കാര്യം അങ്ങനെയാണ് അതിന്റെ ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവർ തിരിച്ചു വെച്ചത്. അങ്ങനെ ഒരു തൂക്കം അങ്ങനെ ഒരു എസ്റ്റിമേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ധൃതി വെച്ചത്, തിരിച്ചു വെച്ചത്. അതെന്തായാലും ഇപ്പൊ ഹൈക്കോടതി പൊളിച്ചു. പക്ഷെ അങ്ങനെ ബാക്കിയുള്ള കാര്യത്തിലും ആ റൂഫിലെ ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഇപ്പോഴത്തെ ഈ ടെസ്റ്റ് എല്ലായിടത്തും ശബരിമലയിൽ എവിടെയൊക്കെ സ്വർണ്ണമുണ്ടോ ആ സ്വർണ്ണമുള്ള ഏരിയക്കകത്തൊക്കെ എത്ര ഉണ്ട് ഏരിയ എന്നുള്ളൊരു ടെസ്റ്റ് നടത്തി അത് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി അതിപ്പോ ഒരു റെക്കോർഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. നമുക്കറിയാൻ പറ്റും ഇപ്പൊ കൊടിമരത്തിൽ ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ റൂഫിൽ ഇത്ര ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു എസ്റ്റിമേഷൻ നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇനി മോഷണം അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും റിപ്പയർ നടക്കുവാണെങ്കിലും നമുക്ക് അതൊരു ആധികാരിക രേഖയായിട്ട് ഇപ്പോഴത്തെ ഈ രേഖ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും റിപ്പയർ നടക്കണം. കാര്യം ഇപ്പൊ ലാസ്റ്റിലും ഇവർ മറ്റേ മേളിലത്തെ ചോർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം മേളിൽ ഇപ്പൊ 2-3 പ്രാവശ്യം ചോർച്ചയ്ക്ക് വേണ്ടി അവർ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ. പക്ഷെ അതൊന്നും പ്രോസസ്സിലോട്ട് പോകാത്തതുകൊണ്ടാണ് നമ്മളത് അറിയാഞ്ഞത്. ഇനി നമ്മൾ ആരും അറിയാതെ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. കാര്യം വല്ലാത്ത ദുരൂഹമാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും അതിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാ സംവാദങ്ങളിലും ഞാൻ ചോദിക്കുന്നതാണ്. എൻ്റെ ആശ്വാസത്തിന്, അത് മാത്രമല്ല കോടാനുകൂടി അയ്യപ്പ ഭക്തർക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. ഈ വിഗ്രഹമെങ്കിലും ഒറിജിനലായിട്ട് അവിടെ ഉണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? ഏറ്റവും വലിയ കൊള്ളക്കാരും കള്ളന്മാരൊക്കെയാണ് ദേവസ്വം ബോർഡിൽ ഇരുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അത് പെട്ടെന്നൊന്നും ഇളക്കി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നോക്കൂ, ഇതെല്ലാം നടന്നത് കോവിഡിൻ്റെ കാലത്ത്, പ്രളയത്തിൻ്റെ കാലത്ത്, ഈ യുവതീ പ്രവേശം അത് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ പാപികൾ ഇതെല്ലാം ചെയ്തത്. അപ്പോ ഈ പഞ്ചലോഹ വിഗ്രഹമല്ലേ, പഞ്ചലോഹ വിഗ്രഹം ഏകദേശം 100 കിലോളം എന്താണെങ്കിലും ഇതിപ്പോ നോക്കൂ, ഇതിന് അന്താരാഷ്ട്ര ബന്ധമൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും, ഇനി എത്ര കിലോ ആണെങ്കിലും. അപ്പോൾ അതെങ്കിലും താങ്കൾക്ക് അറിയാമായിരിക്കാം ഒരു പക്ഷെ, അതെങ്കിലും ഒറിജിനലായിട്ട് അവിടെ ഉണ്ടോ? ബാക്കിയെല്ലാം ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. അല്ല, അതിന് ഉത്തരം പറയേണ്ട ഈ ദൈവതുല്യരാണ്. ഇപ്പൊ നമ്മുടെ പല മോഷ്ടാക്കളും പറയുന്നുണ്ട് ദൈവതുല്യർ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ, തന്ത്രിയെയും മറ്റേ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ പറയുന്നുണ്ട്. ഈ ദൈവതുല്യരാണ് തീരുമാനിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഒറിജിനൽ ആണെന്ന്. കാര്യം അവരാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വളരെ പണ്ടൊരാൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ നടയുന്ന അവിടെ ഇരിക്കുന്ന അതായത് അദ്ദേഹത്തിന് പോലും ഒരു സംശയമുള്ള പോലെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ന്യായമായിട്ട് സംശയിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് കയ്യിലോ അല്ല 2 പേര് വിചാരിച്ച കയ്യിലോ പൊക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല.
അത് വളരെ വെയിറ്റ് ഉള്ള സംഭവമാണ്. പിന്നെ ഇതിനൊക്കെ മോൾഡ് ഒക്കെ എടുത്തിരിക്കാൻ സാധ്യത ഞാനിപ്പോ സത്യം പറഞ്ഞാൽ വളരെ അപകടകരമായ രീതിയിൽ കാണുന്നുണ്ട്. കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ അകത്ത് ആക്സസ് ഉള്ളത് കൊണ്ടും ഇവരിങ്ങനെ പല സാധനങ്ങളൊക്കെ മോൾഡ് എടുത്തത് കൊണ്ട് ഇവരുടെ പോറ്റിക്കൂട്ടമായിട്ട് അതൊക്കെ തന്നെ കൂടെ വന്ന് ഇപ്പൊ ഇവരുടെ ഒരു പണിക്കാരനെയൊക്കെ വേണമെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് ഒരു പൂണിലൊക്കെ ഇട്ട് അകത്ത് കയറ്റിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കയറ്റിയതായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇവരിനി അകത്ത് കയറി ഇതിന്റെയൊക്കെ മോൾഡ് എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. കാര്യം ഇതിന്റെ മറ്റേ ഈ പറഞ്ഞ സുഭാഷ് കപൂറിന്റെ ഒക്കെ മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയാണ്. കാര്യം അദ്ദേഹം ഒരു സാധനത്തിന്റെ എടുത്തിട്ട് ഇതിന് തന്നെ റിപ്ലിക്കൊക്കെ ചെയ്തിട്ടുള്ള പല തട്ടിപ്പും ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഈ മണിയുടെയും കൊടിമരത്തിന്റെയും വാജിവാഹനത്തിന്റെയും അഷ്ടദിക്കിന്റെയും ഒക്കെ കച്ചവടം എങ്ങനെയാണ് നടന്നത്, അതിന്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്നൊക്കെ ഒരു ബോധ്യപ്പെട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ ഇങ്ങനെ ഇതിനകത്ത് മോൾഡ് എടുത്തിട്ടുണ്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അതൊക്കെ. കാര്യം ഇപ്പൊ നമ്മളിപ്പം എന്താ പറഞ്ഞ ഈ നമ്മൾ കീശാന്തിമാരെയൊക്കെ കയറ്റി നോക്കി അവരുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഇപ്പൊ പരിശോധിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്ന പോലെ കേട്ടു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു സ്ക്രീനിങ് ആവശ്യമുണ്ട്. മാത്രമല്ല ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്റെയൊക്കെ അഭിപ്രായത്തിൽ അതൊരു വളരെ ശക്തമായ രീതിയിൽ അത് ചെയ്യണം. കാര്യം അല്ലെങ്കിൽ ഇതുപോലത്തെ അപകടം ഇനിയും ഉണ്ടാകും. കാര്യം ഇവരിപ്പോ മോൾഡൊക്കെ എടുത്ത് അതുപോലത്തെ സാധനം ഉണ്ടാക്കാനും മറ്റു പല ക്ഷേത്രങ്ങളിലും കാര്യം ഇവർ അണ്ടറിലൊക്കെ ഒരുപാട് തന്ത്രമുള്ള ഇപ്പൊ അടുത്തിടയ്ക്കൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളും അതിനകത്ത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് പൂജ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇതിന്റെ റിപ്ലിക്ക തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ പ്രശ്നത്തിനുള്ള സമയം അതിക്രമിച്ചു അല്ലേ ശബരിമല? തീർച്ചയായിട്ടും അത് വളരെ വളരെ ഭംഗിയായിട്ടൊരു പ്രദർശനം. എല്ലാ പ്രശ്നങ്ങളും കാര്യം ഇവരുടെ ഈ എന്താ പറയാ എല്ലാ ദിവസവും തന്ത്രിയുടെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇനിയിപ്പം അയ്യപ്പന് ഹിതമാണോ ഈ പറഞ്ഞ സാധനങ്ങളും ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ അയ്യപ്പൻ ഓക്കെ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രശ്നം വളരെ അത്യാവശ്യമാണ്. വളരെയധികം മാസങ്ങളിൽ 5 ദിവസമല്ലേ ആവശ്യമുള്ളൂ വാസ്തവത്തിൽ. അതെ തീർച്ചയായിട്ടും. പഴയ കാലത്ത് 10-15 ദിവസം ആ മൊത്തത്തിൽ ആ ക്ഷേത്രം തുറക്കുന്നുള്ളൂ ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് ആ ഉത്സവത്തിന്റെ സമയത്ത് മാത്രം.